ഹലോ ഫ്രണ്ട്സ്, അക്വ E2Zന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ കേരള സർക്കാരിന്റെ വേഗ 2 എന്ന ബോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് ഒരു അടിപൊളി ബോട്ട് സർവീസാണ്. 5 മണിക്കൂറുകൾ കൊണ്ട് ആലപ്പുഴയുടെ കായൽ സൗന്ദര്യം ആവോളം നുകരാൻ പറ്റുന്ന തരത്തിലാണ് ഈ യാത്ര ഒരുക്കിയിട്ടുള്ളത്, അതും കുറഞ്ഞ ചെലവിൽ. ഇതിന്റെ നോൺ എ സിക്ക് 400 രൂപ പെർ ഹെഡും അതുപോലെ എ സിക്ക് 600 രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഹൗസ് ബോട്ടുകൾക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ ചാർജ് ചെയ്യുമ്പോഴാണ് ഇത്രയും കുറഞ്ഞ ചെലവിൽ നമുക്ക് കായൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത് ആലപ്പുഴയിലെ പുന്നമട കായൽ, വേമ്പനാട് കായൽ, മുഹമ്മ, പാതിരാമണൽ, കുമരകം, മാർത്താണ്ഡം, ചിത്തിര, കുപ്പപ്പുറം, സി ബ്ലോക്ക്, R ബ്ലോക്ക്, അതുപോലെ തന്നെ കേരളത്തിന്റെ നെല്ലറിയായ കുട്ടനാടും നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. എല്ലാ ദിവസവും രാവിലെ 11 മണിക്കാണ് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ഈ സർവീസ് തുടങ്ങുന്നത്. അതുപോലെ തിരിച്ച് വൈകുന്നേരം 4 മണിയോടെ ആലപ്പുഴ ജെട്ടിയിൽ എത്തിച്ചേരും. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബോട്ട് ജെട്ടി. ഇവിടെ നമ്മൾ നേരത്തെ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ശനി ഞായറൊക്കെ നല്ല തിരക്കാണ്, അതുകൊണ്ട് അതിൽ ചിലപ്പോൾ സീറ്റ് കിട്ടാതെ വരും. ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത, നമ്മൾ വെറുതെ സ്ഥലം കണ്ടു പോകുക മാത്രമല്ല, ഓരോ സ്പോട്ടും വളരെ ക്ലിയർ ആയിട്ട് ഇതിലെ സ്റ്റാഫുകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതുപോലെ ഇതിലെ സ്റ്റാഫുകളെല്ലാം നല്ല വൈബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ യാത്രയിൽ ലഭിക്കുന്നത്. പാട്ടും ഡാൻസും കൊണ്ട് 5 മണിക്കൂർ സമയം നമുക്ക് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നും. ഈ ബോട്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സാറിനോട് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം, ഞാൻ സുജിത്ത്, വേഗ ബോട്ടിലെ ബോട്ട് മാസ്റ്ററാണ്. വേഗ ബോട്ട് എന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയം കാണാം. വേഗ ബോട്ട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് ജലഗതാഗത വകുപ്പിൻ്റെ വളരെ ചിലവ് കുറഞ്ഞൊരു വിനോദസഞ്ചാര സംരംഭമാണ്. ലക്ഷറി ബോട്ടും അതും വളരെ ചിലവ് കുറച്ച് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 5 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് 400 രൂപയും നോൺ എ സിക്ക് 600 രൂപ എ സിക്കുമാണ് ചാർജ് ചെയ്യുന്നത്. കുടുംബശ്രീയുടെ ഭക്ഷണം ലഭ്യമാണ്. അതിന് പ്രത്യേകം ഒരു പാൻട്രി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ
ഡിപ്പാർട്ട്മെന്റ് അതിനെ ചാർജ് ചെയ്യുന്നില്ല. അത് കുടുംബശ്രീക്ക് നിങ്ങൾ പേ ചെയ്തെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി കഴിക്കാനുള്ള സൗകര്യമാണ് ബോട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സവിശേഷതകൾ എന്തെന്ന് പറയുന്നത് ചെറിയ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ പ്രദേശത്തൂടെ കടന്നു പോകണം. അതായത് ആലപ്പുഴയിൽ ഒരു വിനോദസഞ്ചാരി വന്നാൽ അദ്ദേഹം ആലപ്പുഴയിൽ കണ്ടിരിക്കേണ്ട പ്രസിദ്ധവും പ്രസക്തമായ എല്ലാ പ്രദേശങ്ങളിലൂടെയും ഈ ചുരുങ്ങിയ 5 മണിക്കൂർ സമയം കൊണ്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത്. ഏകദേശം 5 മണിക്കൂർ കൊണ്ട് 55 കിലോമീറ്ററുകളാണ്. സാധാരണ ഒരു ഹൗസ് ബോട്ട് സഞ്ചരിക്കുന്നത് 24 മണിക്കൂറിന് 10 മുതൽ 12 കിലോമീറ്റർ ആണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് 55 കിലോമീറ്ററുകൾ. അതായത് ആലപ്പുഴയിൽ കണ്ടിരിക്കേണ്ട പ്രസക്ത ഭാഗങ്ങളായ പുന്നമട കായൽ, സായി സ്പോർട്സ് കോംപ്ലക്സ്, വേമ്പനാട് കായലിന്റെ മധ്യഭാഗത്തായി കാണുന്ന വളരെ പ്രസിദ്ധമായ ടൂറിസം പ്ലേസാണ് ഈ പാതിരാമണ്ഡലം എന്ന് പറയുന്ന ഐലൻഡ്. പാതിരാമണ്ഡല ദ്വീപിൽ ഇറങ്ങി അരമണിക്കൂർ സഞ്ചരിക്കാനുള്ള സമയം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പാതിരാമണ്ഡല ദ്വീപിലെ സഞ്ചാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുടുംബശ്രീയുടെ ലഞ്ച് അവിടെ വെച്ച് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ലഞ്ചും കഴിച്ചുകൊണ്ട് നമ്മൾ ഒരു നോർമൽ ഫുഡാണെങ്കിൽ അതിനകത്ത് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഉള്ള ഒരു ഫുഡിന് ലഞ്ചിന് 100 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ചെറിയൊരു ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും അതിനകത്തുണ്ട്, ചെറിയൊരു പീസ്. ഇനി എക്സ്ട്രാ വല്ലതും വേണമെങ്കിൽ നമ്മൾ റിസർവ് ചെയ്യുമ്പോൾ തന്നെ കുടുംബശ്രീയുടെ ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ റിസർവ് ചെയ്യുന്ന ആൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്പെഷ്യൽ ഫുഡ് ഏതാണെന്ന് വെച്ചാൽ വളരെ റീസണബിൾ റേറ്റ് ആണ്. കാരണം ആലപ്പുഴയിൽ ഹോട്ടലുകളോ കള്ള് ഷാപ്പിലൊക്കെ പോയാൽ തോന്നുന്ന അതിന്റെ പകുതി റേറ്റ് പോലും ഇവർ വാങ്ങുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാനുള്ള രുചി അറിയാഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. അതുകൂടാതെ നമ്മൾ പാതിരാമഴയിൽ നിന്ന് യാത്ര പുനരാരംഭിക്കുന്നത് കുമരകം എന്ന് പറയുന്ന കോട്ടയം ജില്ലയുടെ ഭാഗമായ ആ ഭാഗത്തേക്കാണ്. അത് കുമരകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ പ്രസിദ്ധമായ പ്രദേശമാണ്. വളരെ ഒരുപാട് ഈ ലോകത്തറിയപ്പെടുന്ന പല വ്യക്തിത്വങ്ങൾക്കും ആതിഥ്യമരുളി, അതോടൊപ്പം തന്നെ G20 ഉച്ചകോടി വരെ സംഘടിപ്പിക്കപ്പെട്ട ഒരു കായൽ ഗ്രാമമാണ് കുമരകം. കുമരകത്തോടെ സഞ്ചരിച്ച് കുമരകത്ത് സ്റ്റോപ്പില്ല. കുമരകത്ത് സ്റ്റോപ്പില്ല. പക്ഷെ കുമരകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങൾ ഏകദേശം നമ്മൾ കണ്ടുകൊണ്ടാണ് യാത്ര തുടരുന്നത്. കുമരകം സഞ്ചരിച്ചു കഴിഞ്ഞ് പിന്നെ എത്തിച്ചേരുന്നത് അതിനേക്കാളും നല്ല ഒരു പ്രദേശത്തേക്കാണ്. അതായത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബാക്ക്വാട്ടർ റീജിയൻ എന്നറിയപ്പെടുന്ന കുട്ടനാടെന്ന കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാടിന്റെ വിശേഷം നമ്മൾ പലരും വന്ന് കുട്ടനാടിന്റെ കായൽ ഭംഗി അല്ലെങ്കിൽ അതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോകുന്നതിനൊക്കെ കുട്ടനാടിന് നിരവധി സവിശേഷതകളുണ്ട്. അത് കൂടെ പ്രത്യേകത നമ്മൾ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ സ്പോട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ആർ ബ്ലോക്ക്, സി ബ്ലോക്ക്, റാണി, ചിത്തിര, മാർത്താണ്ഡം അങ്ങനെ തുടങ്ങിയ കാർഷിക മേഖലകളുടെ പ്രാധാന്യം, അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രപരമായ എങ്ങനെ ഈ കുട്ടനാട് ഇവിടെ രൂപപ്പെട്ടു, കുട്ടനാട് എങ്ങനെ പേരുണ്ടായി, നമ്മൾ അതായത് സഞ്ചാരി സ്ഥലം കണ്ട് അതിനെക്കുറിച്ച് ആ സ്ഥലത്തിനെ പറ്റി പൂർണ്ണമായൊരു പഠനം നടത്തിയതിനു ശേഷം തിരിച്ചു പോകാനുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഒരു നല്ല വിജ്ഞാന യാത്ര കൂടെ ആയിരിക്കും. പിന്നെ മുതിർന്നവർക്കും അങ്ങനെ ഒരു പ്രദേശത്തെ പറ്റി അറിയാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു വളരെ നല്ലൊരു വിനോദയാത്ര കൂടെയാണ്. അത് ഈ കുട്ടനാട് കഴിഞ്ഞ് നമ്മൾ പിന്നെ എത്തിച്ചേരുന്നത് ഹോളി റിവർ പമ്പ. കേരളത്തിൽ തന്നെ അതായത് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന പമ്പാ നദിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. പമ്പാ നദിയിലൂടെ ഒരു അരമണിക്കൂർ യാത്ര കഴിയുമ്പോഴാണ് 5 മണിയാകും. 5 മണിക്കൂറാകും. 5 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം 4 മണിയോടുകൂടി യാത്ര ആരംഭിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തിരിച്ചെത്തുന്നതാണ് ബോട്ടിന്റെ ഒരു ചുരുക്കം. ടോട്ടൽ എത്ര സീറ്റ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്? ബോട്ടിൽ AC-ക്ക് 40-ഉം നോൺ AC-ക്ക് 80 സീറ്റുമാണ് ഉള്ളത്. മൊത്തം 120 സീറ്റ്. അതിനാണ് 600 രൂപ. AC-ക്ക് നോൺ AC-ക്ക് 120 രൂപയാണ്. ഈ 11 വയസ്സിന് താഴത്തുള്ള കുട്ടികൾക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. വേറെ യാതൊരു ഡിസ്കൗണ്ടും ഇല്ല. ഫാമിലി ആയിട്ട് വന്നാൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഒന്നുമില്ല. പക്ഷേ വളരെ ചീപ്പ് റേറ്റ് ആണ്. എത്ര സീസണിൽ വന്നാലും എത്ര തിരക്ക് കുറഞ്ഞ സമയത്ത് വന്നാൽ ഇതേ റേറ്റ് ആയിരിക്കും. ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇല്ല. സാധാരണ നമ്മുടെ ഒരു ടൂറിസ്റ്റും പ്രൈവറ്റ് കമ്പനിയുടെ ഒക്കെ ബോട്ടാണെങ്കിൽ സീസൺ അനുസരിച്ച് ചാർജ് വളരെ കൂടും. പക്ഷേ അന്നേരം ഇവിടെ ഇതേ റേറ്റ് തന്നെ ആയിരിക്കും. സാർ, മറ്റൊരു കേസ് നമുക്ക് റെഗുലർ സർവീസ് ആണോ? കാരണം പല സൈറ്റും അല്ല പല ബോട്ടും ഇങ്ങനെ റെഗുലർ അല്ല. ഒരു ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഇത് എല്ലാ ദിവസവും ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത് ബോട്ട് ഗവൺമെന്റ് നിർദ്ദേശിച്ചതുകൊണ്ട് 10 പേര് ഉണ്ടെങ്കിൽ ബോട്ട് ട്രിപ്പ് നടത്തണം. മിനിമം 10 പേരെല്ലാം ഉണ്ടെങ്കിൽ നടത്തിയിരിക്കും. ഓക്കെ സാറേ, എൻ്റെ സുരക്ഷാ കാര്യങ്ങളൊന്ന് പറയാമോ? കാരണം ആൾക്കാർക്ക് ഒരു പേടി കാണും ഇത്രയും ലോങ് സർവീസ്. ജലയാത്രയാണ് തീർച്ചയായിട്ടും ഈ ആലപ്പുഴ ജില്ലയ്ക്ക് വരുന്നവർക്ക് ഒരു സംശയം കാണും. കാരണം ബോട്ട് യാത്രയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായി ബോട്ട് അപകടങ്ങൾ ചെറുതായിട്ടൊന്ന് പുറകോട്ട് വരിക്കും. വേറെ എവിടെയെങ്കിലും പോയാൽ മതി. ആലപ്പുഴ വേണ്ട ബോട്ടെ കൊണ്ടുപോകും. ലോങ് 5 മണിക്കൂർ ആയതുകൊണ്ട് ഒരു പ്രശ്നം. അതെ. അപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നാം. പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ വേറെ ഏത് ബോട്ടിൽ പോകുന്നതിനെക്കാളും 100-110% സുരക്ഷയുള്ളൊരു ബോട്ടാണ് വേഗ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് കറ്റമരൻ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം എത്ര ഭാരം കയറിയാലും ഇതിന്റെ ബോട്ടിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നില്ല, അത് കുറയത്തില്ല. സാധാരണ നമ്മുടെ മറ്റുള്ള ഹൗസ് ബോട്ടിലോ മോട്ടോർ ബോട്ടിലോ ഒക്കെ ആണെങ്കിൽ ഒരു നിശ്ചിത ഭാരം കയറിക്കഴിഞ്ഞാൽ ബോട്ട് റോളിംഗ് ടെൻഡൻസി ഉണ്ട്. സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് ബോട്ട് മറിഞ്ഞു പോകാൻ സാധ്യത. പക്ഷേ ഇതിന്റെ ഒന്ന് പ്രത്യേകത എന്ന് പറയുന്നത് കറ്റമരനാണ് എന്ന് പറയുന്ന
ബോട്ടായതുകൊണ്ട് ഭാരം കയറുന്നതിന്റെ 2 ഭാഗത്തേക്കാണ് അതിന്റെ വെയിറ്റ് ഭാരം കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് ബോട്ട് കൂടുതൽ സ്റ്റേബിൾ ആകും, അറിയാനുള്ള സാധ്യത തുലവും ഇല്ല. ഫുൾ ആള് കയറിയാലും ഒരു പ്രശ്നം, നമ്മൾ സേഫ് ആണ്. ഇത് സർക്കാർ ബോട്ടിന് ഒരു 120 കപ്പാസിറ്റി കൊടുക്കുന്നത് 240 പേരുടെ വെയിറ്റ് താങ്ങാൻ ശേഷി ഉണ്ടെങ്കിൽ 120 പേരുടെ കപ്പാസിറ്റി കൊടുക്കാറുള്ളൂ. പിന്നെ അതിനേക്കാൾ ഉപരി ഉള്ള പ്രത്യേകതയാണ് ഈ പറയുന്നത്. പിന്നെ എത്ര വലിയ കാറ്റ് വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഡിസൈനാണ്. അതായത് ഫ്ലൈറ്റിന്റെ ഒരു ഫ്രണ്ട് വശം കണക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശക്തമായ കാറ്റ് വന്നാലും അതിനെ അതിജീവിച്ച് ബോട്ടും മുന്നോട്ട് പോകും. കാരണം ജലയാനങ്ങളും കാറ്റടിച്ച് മറിഞ്ഞു പോകാൻ സാധ്യത, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേമ്പനാട് കായൽ എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് കിടക്കുന്ന കാര്യം, സമുദ്ര സമാനമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം നിർഭാഗ്യവശാൽ ബോട്ടിന് ഇഞ്ചിൻ നിന്ന് പോയാൽ ബോട്ട് എവിടെയെങ്കിലും ഒഴുകി പോകാൻ സാധ്യത. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ 1 ഇഞ്ചിനല്ല 2 ഇഞ്ചിനാണ് ഉള്ളത്. 1 ഇഞ്ചിൻ ഓഫ് ആയാലും അടുത്ത ഇഞ്ചിൻ നമുക്ക് സ്റ്റാർട്ട് ആകും. അപ്പോൾ അതിന്റെ നിയന്ത്രണം ബോട്ട് ഓടിക്കുന്ന ആളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ബോട്ടിന്റെ നിയന്ത്രണം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ കാര്യം വെൽ ട്രെയിനഡ് സ്റ്റാഫാണ്. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ശേഷിയുള്ളവരാണ്. 5 സ്റ്റാഫുണ്ട്, ഒരു മാനേജ് ചെയ്യാനുള്ള ശേഷിയുള്ളവരാണ്. പിന്നെ ബാക്കിയുള്ള ലൈഫ് ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ ബോട്ടിലുള്ളതുകൊണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര ഞങ്ങൾ ഗ്യാരണ്ടി നൽകുന്നു. പിന്നെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിരാശരായിട്ട് മടങ്ങേണ്ടി വരത്തില്ല. ഫുൾ ടൈം എന്റർടൈൻമെന്റ് ഉണ്ട്. അതെ, 5 മണിക്കൂർ എന്നുള്ളത് 5 മിനിറ്റ് കണക്ക് നിങ്ങൾക്ക് തോന്നാം. അതുപോലെ അടിപൊളിയാണ്. അതെ, അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബോട്ടിലുണ്ട്. ആരും മസിൽ കൊടുത്തില്ല, സർക്കാർ സ്റ്റാഫാന്നുള്ളൊരു മസിൽ കൊടുത്തൊന്നും ആർക്കുമില്ല. അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ കട്ടയ്ക്ക് കാണും. ഡാൻസിങ് ഡാൻസ്, പാട്ടയ്ക്ക് പാട്ട്, എന്തിനും നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മൾ ഇതിനുള്ള എല്ലാ കലാകാരന്മാരും നമ്മുടെ കൂടെ ഉണ്ട്. പാട്ടുകാരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. സ്റ്റാഫും ഉണ്ട്. നമുക്ക് വേണേൽ പാട്ട് പാടാം, ഇവിടെ വേണമെങ്കിൽ പാട്ട് പാടാം. ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇനി ഫാമിലി ആയിട്ട് വന്നാലും ഒരു പ്രശ്നമില്ല, സേഫ് ആണ്. അതെ, ഫാമിലി ആയിട്ടോ ഇനി ഒരുപാട് ലേഡീസ് ഒരു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തനിയെ വന്ന് യാത്ര ചെയ്ത് സുരക്ഷിതമായിട്ട് അവർ മടങ്ങുന്നുണ്ട്. അപ്പോൾ യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും അറിയില്ല. നമ്മുടെ ബോട്ടിൽ യാത്രയിൽ നിന്നും അല്ലാതെ മറ്റുള്ളവരിൽ നിന്നും ഒന്നും ഉണ്ടാകത്തില്ല. ഇതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായ സുരക്ഷ ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. ആ കാര്യത്തിൽ ഒന്നും പേടിക്കണം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.